കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളും കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? മനമുരുകി പ്രാർത്ഥിക്കുന്നു, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, അതുമാത്രമല്ല ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നു, ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഭാരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നു, മല കയറുന്നു. എന്നിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. ബൈബിളിൽ വളരെ മനോഹരമായ ഒരു സംഭവം ഇപ്രകാരമാണ്. ജെറിക്കോയിൽ നിന്ന് കർത്താവ് നടന്നു നീങ്ങുമ്പോൾ ഒരു അന്ധനായ ബർത്തമിയോസ് എന്ന് പറയുന്ന ഒരു യാചകൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അറിഞ്ഞു കർത്താവ് അതിലൂടെ പോകുന്നുണ്ടെന്ന്. പ്രിയമുള്ളവരെ, അവൻ എന്താ ചെയ്തത്? അവൻ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, പറഞ്ഞു, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ. അത് കേട്ടത് ആരാണ്? അതിന് ചുറ്റുമുള്ള ആൾക്കാരാണ്. കർത്താവിൻ്റെ കൂടെയുള്ളവർ കേട്ടു. അവരവനെ ശകാരിച്ചു പറഞ്ഞു, നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞ് ശകാരിച്ചു. പക്ഷെ അവനത് മാനിക്കാതെ, അത് ഗൗരവമായി എടുക്കാതെ, ആ അന്ധനായ യാചകൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാണ് വചനം പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് ഈ കൂടുതൽ ഒന്ന് പറയാൻ, കൂടുതൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പലവർക്കും നാണക്കേടാണ്, ലജ്ജയാണ്, അവർക്ക് സംശയമാണ്. ദൈവം നിശബ്ദമായി പ്രാർത്ഥിച്ചാൽ കേൾക്കില്ലേ? കേൾക്കുന്നവനല്ലേ? നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണമോ? അങ്ങനെയൊക്കെ പറയുന്നവരാണ്. പിന്നെ എന്തിനാണ് ഈശോ ഈ യാചകനെ അറിയുന്നവനാണ്. അവൻ ജനിക്കുന്നതിന് മുമ്പ് അറിയുന്നവനാണ്. അവൻ ഇരിക്കുന്നവനാണെന്ന് അറിയുന്നവനാണ്. അവൻ അന്ധനാണെന്ന് അറിയുന്നവനാണ്. പക്ഷെ കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ നിന്നുകൊണ്ട് തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു അവനെ വിളിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ഒന്നും കൂടി ആയാൽ അവിടെ ദൈവം നിൽക്കാൻ അത് ഇടവരുത്തുമെന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നാണ്, എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദൈവം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കടന്നു പോകുന്ന ദൈവത്തെ നിൻ്റെ മുൻപിൽ നിർത്താൻ, നിൻ്റെ വീടിൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്ന ദൈവം സഖ്യവൂസിൻ്റെ വീട്ടിൽ വരുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ, ഇതുപോലെ ലാസറിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചുവെങ്കിൽ, പത്രോസിൻ്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ച ഭവനത്തിൽ പ്രവേശിച്ചുവെങ്കിൽ, നിൻ്റെയും എൻ്റെയും വീട്ടിൽ കർത്താവ് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ വീട്ടിലേക്ക് കയറാൻ, കർത്താവ് അവിടെ എൻ്റെയും മുമ്പിൽ നിൽക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കുറച്ചും കൂടി ഉച്ചത്തിൽ, കുറേ കൂടി ആഗ്രഹത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് തീക്ഷ്ണത വർദ്ധിപ്പിച്ചുകൂടെ? തീർച്ചയായും ആ ദൈവം അതിനായി കാത്തിരിക്കുന്നു. അല്പം കൂടി ഉച്ചത്തിൽ, അല്പം കൂടി തീക്ഷ്ണമായ പ്രാർത്ഥന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, നീ ഒന്ന് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയോടെ രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം. വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന കാരുണ്യാഭിഷേകം, 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 അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം.